ഹീറ്റ് ഇക്വേഷൻ്റെ പ്രോബ്ലമാണ്. ഫസ്റ്റ് കേസ് തന്നെയാണ്. എൻ പോയിൻറ്റ്സ് ആർ കെപ്റ്റ് അറ്റ് 0 ടെമ്പറേച്ചറിലെ പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ എഫ് ഓഫ് എക്സ് ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് സൈൻ ക്യൂബ്, പോളിനോമിയൽ ഫംഗ്ഷൻ അല്ല, ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ഇക്വേഷൻ വെച്ച് ഇൻ്റഗ്രേഷൻ അല്ല ചെയ്യേണ്ടത്, കമ്പാരിസൺ ആണ് ചെയ്യേണ്ടത്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. പോളിനോമിയൽ ആണെങ്കിൽ ഡയറക്റ്റ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക, ട്രിഗണോമെട്രി ആണെങ്കിൽ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുക. വേവിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എഫ് ഓഫ് എക്സ് ആണോ ജി ഓഫ് എക്സ് ആണോ എന്ന്, എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഡയറക്റ്റ് കമ്പാരിസൺ, ജി ഓഫ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യണം. ഹീറ്റ് ആകുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ല, എഫ് ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് കമ്പാരിസൺ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്സ് കോമൺ ആണ്. ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ. ഇനീഷ്യൽ കണ്ടീഷൻ ഞാൻ അവിടെ സൈൻ ക്യൂബിൻ്റെ ഇക്വേഷൻ മാറ്റി എഴുതിയിട്ടുണ്ട്. 3 sin θ മൈനസ് സൈൻ 3 θ ഡിവൈഡ് ബൈ 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. കോമൺ സ്റ്റെപ്സ് എഴുതുക. യു ഓഫ് എക്സ് ടി എന്താണോ, എ എൻ എന്താണോ, എല്ലാ പ്രോബ്ലത്തിലും കോമൺ ആണ്. ആ കോമൺ സ്റ്റെപ്സ് എഴുതുക. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ, പ്രോബ്ലം ഇൻ്റഗ്രേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷനിൽ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ടിക്ക് 0 കൊടുക്കുമ്പോൾ, ടിക്ക് 0, ടി വരുന്നത് ഇ റേസ് ടുവിൻ്റെ ടൈമിലാണ്, തേർഡ് ടൈമിലാണ്. അപ്പോൾ ഇ റേസ് ടുവിൻ്റെ ടൈമിൽ ഇ റേസ് ടു 0 1 ആയിരിക്കും. അപ്പോൾ ബാക്കി എന്ത് വരും, എ എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് യു ഓഫ് എക്സ് 0 നമുക്ക് തന്നിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ അതവിടെ റൈറ്റ് സൈഡിൽ എഴുതി. ഇനി എന്നിന് നമ്മൾ A1 A2 A3 അങ്ങനെ എക്സെട്ര കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വരെ കൊടുക്കണം എന്നുള്ളത് ഇവിടെ നോക്കണം. ഇവിടെ പൈ എക്സ് ബൈ എൽ ഉണ്ട്. അപ്പോൾ 1 പൈ എക്സ് ബൈ എൽ ഉണ്ട്, 3 പൈ എക്സ് ബൈ എൽ ഉണ്ട്. അപ്പോൾ A3 വരെ കൊടുത്താൽ മതി. ഇപ്പോൾ 5 പൈ എക്സ് ബൈ എൽ ഉണ്ടെങ്കിൽ A5 വരെ നമ്മൾ കൊടുക്കണം. അതിന് ശേഷം എക്സെട്ര ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് റൈറ്റ് സൈഡിലുള്ളത് ആ ടേംസ് എന്തായാലും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതണം. ഇനി കമ്പയർ ചെയ്യുമ്പോൾ പൈ എക്സ് ബൈ എൽ രണ്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ A1ൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ 2 പൈ എക്സ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ വരുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ എവിടെയും 2 പൈ എക്സ് വരുന്നില്ല. അപ്പോൾ നമുക്ക് A2ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി 3 പൈ എക്സ് ബൈ എൽ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അങ്ങനെ A3യുടെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ -k/4 കിട്ടും. ബാക്കി ഇനി ടൈംസ് ഒന്നുമില്ല, ആകെ 2 ടൈംസേ ഉള്ളൂ, വേറെ ടൈംസ് ഒന്നും റൈറ്റ് സൈഡിൽ ഇല്ല. അതുകൊണ്ട് A4 A5 എല്ലാം 0 ആയിരിക്കും. പിന്നെ യു ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതുക. അതിൽ നമുക്ക് ആകെ ഏത് മാത്രമേ ഉള്ളൂ, സിഗ്മ ഒന്നിനെ എഴുതേണ്ട ആവശ്യമില്ല, A1ഉം A3യും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിന് 1 കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതുക, പ്ലസ് എന്നിന് 3 കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതുക. അങ്ങനെ എന്നിന് 1 കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്നിന് 3 കൊടുത്തിട്ടുള്ള വാല്യൂ എഴുതിയിട്ടുണ്ട്. 3 ആകുമ്പോൾ n², അതാണ് 9 വന്നിരിക്കുന്നത് അവിടെ. അതുപോലെ 3 പൈ എക്സ്, ഇവിടെ 1 പൈ എക്സ് 1². ഇനി A1 A3 എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, ക്ലിയർ ആണ്. സാധാരണ പോലെ തന്നെ പോളിനോമിയൽ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, ട്രിഗണോമെട്രി ആണെങ്കിൽ അത് കമ്പയർ ചെയ്ത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും A1 A2 A3 എന്താണെന്ന് നോക്കിയിട്ട് അത് എടുത്ത് എഴുതുക. വേവിലാണെങ്കിൽ എ ആണോ ബി ആണോ, എ എൻ ആണോ ബി എൻ ആണോ വരുന്നത്, എഫ് ഓഫ് എക്സ് ആണോ ജി ഓഫ് എക്സ് ആണോ വരുന്നത് തന്നിരിക്കുന്നത് നോക്കിയിട്ട് ചിലപ്പോൾ ഡെറിവേറ്റീവ് ചെയ്തിട്ട് യു ടി ആയിരിക്കും ചെയ്യേണ്ടി വരിക, അതല്ലെങ്കിൽ യു തന്നെയായിരിക്കും ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കേസ് 1ൽ വരുന്ന പ്രോബ്ലംസ്. 4 പ്രോബ്ലംസാണ് പഠിക്കാനുള്ളത്. 4 പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇനി ഫംഗ്ഷൻസ് ഏത് വേണമെങ്കിൽ വേവിൽ ചോദിച്ച എല്ലാ ഫംഗ്ഷൻസും ഹീറ്റിലും ചോദിക്കാം. അപ്പോൾ അവിടെ സ്റ്റെപ്സൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സൈൻ ക്യൂബ് തന്നെ ഇപ്പോൾ റിപ്പീറ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ.